ഹായ് ഗായ്സ്, ഗലപ്രൂടി ചാനൽ എല്ലാവർക്കും സ്വന്തം ബിഗ് ബോസ് മലയാളം സീസൺ 7 വീക്ക് ഫിക്ഷനിലേക്കുള്ള വാശിയേറിയ വോട്ടിംഗ് പോരാട്ടമാണ് ഹോട്ട്സ്റ്റാർ ഇപ്പോൾ നടക്കുന്നത്. നമ്മളിന്ന് ബുധനാഴ്ച രാത്രി 7 മണി വരെയുള്ള ഒരു അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസ് ആണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ മുമ്പിലുള്ളത് 9 പേരാണ് ഇത്തവണ നോമിനേഷൻ വന്നുള്ളത്. ഈ 9 പേരിൽ നിങ്ങൾ ആരെയാണ് പുറത്താക്കാൻ ആഗ്രഹിക്കുന്നതും കൂടെ ഈ വീഡിയോയുടെ ഇടയിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതോടൊപ്പം നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥികൾക്ക് വേണ്ടി നിങ്ങൾ ഹോട്ട്സ്റ്റാർ കയറി തന്നെ വോട്ട് ചെയ്യുക. എന്നാൽ മാത്രമേ മത്സരാർത്ഥി സേവ് ആവത്തുള്ളൂ. വരും മണിക്കൂറിലെ കൃത്യമായ വോട്ടിംഗ് വിവരങ്ങളും ബിഗ് ബോസ് സംബന്ധമായിട്ടുള്ള എല്ലാ അപ്ഡേറ്റുകളും അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സന്ദർശിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. ഇന്ന് രാത്രി 7 മണി വോട്ടിംഗ് റിസൾട്ടിൽ 1-ാം പൊസിഷൻ അത് ഷാനവാസ് തന്നെയാണ് തുടരുന്നത്. ഷാനുവിന് നല്ലൊരു വോട്ടാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഇപ്പോൾ 16,025 എന്ന കൂറ്റൻ വോട്ട് നേടി ഒരു ഘട്ടത്തിലും പിന്നിലേക്ക് പോകാണ്ട് 1-ാം പൊസിഷനിൽ തന്നെ നിലനിർത്തിയിരിക്കുകയാണ്. 2-ാം പൊസിഷനിൽ നൂറ് തന്നെയാണ് തുടരുന്നത്. നൂറയും അത്യാവശ്യം നല്ല രീതിയിൽ ഒരു മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. പക്ഷേ ഷാനവാസിനെ എത്തിപ്പിടിക്കാനായിട്ടില്ല. എന്നിരുന്നാൽ കൂടെ 2-ാം പൊസിഷനിൽ 11,067 വോട്ടോടുകൂടി നിലനിർത്തിയിരിക്കുകയാണ്. 3-ാം പൊസിഷനിൽ ആദിലയാണുള്ളത്. ആദില അത്യാവശ്യം തരക്കേടില്ലാത്തൊരു വോട്ടിംഗ് പ്രകടനമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. 9,021 വോട്ട് നേടിയാണ് 3-ാം പൊസിഷൻ നിലനിർത്തിയത്. 4-ാം പൊസിഷനിൽ വേദലക്ഷ്മി തന്നെ തുടരുകയാണ്. വേദലക്ഷ്മിക്ക് ഇപ്പോൾ വമ്പൻ സപ്പോർട്ടാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആദിലയുമായിട്ട് ഏകദേശം ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഏത് നിമിഷവും 3-ാം പൊസിഷൻ കടന്നു പിടിക്കാം. 8,980 വോട്ട് നേടി 4-ാം പൊസിഷനാണുള്ളത്. 5-ാം പൊസിഷനിലേക്ക് ആര്യൻ വീണ്ടും കയറി വന്നിരിക്കുകയാണ്. നെവിനെ അട്ടിമറിച്ചുകൊണ്ട് തൻ്റെ 5-ാം പൊസിഷൻ വീണ്ടും തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ 8,799 വോട്ടിൻ്റെ ബലത്തിലാണ് 5-ാം പൊസിഷൻ നിലനിർത്തിയിരിക്കുന്നത്. 6-ാം പൊസിഷനിലേക്ക് നെവിൻ വീണുപോയിരിക്കുകയാണ്. നെവിൻ ഇപ്പോൾ നല്ല രീതിയിലൊരു വോട്ടിംഗ് കുറവ് കണ്ടുവരുന്നുണ്ട്. എന്നിരുന്നാൽ കൂടെ ചെറിയൊരു വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് പിന്നിലേക്ക് തള്ളപ്പെട്ടിരിക്കുന്നത്. 8,701 വോട്ടോട് കൂടി 6-ാം പൊസിഷനാണുള്ളത്. 7-ാം പൊസിഷനിൽ ബിന്നി സബാസ്റ്റ്യനാണുള്ളത്. ബിന്നി സബാസ്റ്റ്യൻ ഇപ്പോൾ നല്ല രീതിയിലുള്ള ഒരു വോട്ടിംഗ് കുറവ് കണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ ഡേഞ്ചർ സോണിലേക്ക് പോകുന്ന തരത്തിലുള്ള ഒരു വോട്ടിംഗ് പ്രകടനമാണ്. 8,566 വോട്ട് നേടി 7-ാം പൊസിഷനാണുള്ളത്. 8-ാം പൊസിഷനിൽ സാബുമോൻ വീണ്ടും കയറി വന്നിരിക്കുകയാണ്. അട്ടിമറി മുന്നേറ്റമാണ് സാബുമാൻ 8-ാം പൊസിഷനിലേക്ക് കയറി വന്നിരിക്കുന്നത്. 8,506 വോട്ട് നേടിയാണ് റെന ഫാത്തിമയെ അട്ടിമറിച്ചുകൊണ്ട് വീണ്ടും 8-ാം പൊസിഷനിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നത്. 9-ാം പൊസിഷനിൽ റെന ഫാത്തിമയാണ് തുടരുന്നത്. റെന ഫാത്തിമയ്ക്ക് ഇപ്പോൾ നല്ല രീതിയിലുള്ളൊരു വോട്ടിംഗ് കുറവ് കണ്ടുവരുന്നുണ്ട്. ഇത്തവണ പുറത്തു പോകുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു മത്സരാർത്ഥി കൂടിയാണ് റെന. ഇപ്പോൾ 8,390 വോട്ട് നേടി 8-ാം പൊസിഷൻ എന്ന ഡേഞ്ചർ സോണിലാണ് നിലനിൽക്കുന്നത്. താങ്ക്